UP ആര് പിടിക്കുന്നു, ഹിന്ദി ഹൃദയഭൂമി ആര് പിടിക്കുന്നോ അവർ രാജ്യം ഭരിക്കുമെന്ന രീതിയിലേക്കൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെയാണ് ഹിന്ദി ഹൃദയഭൂമി പിടിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റം പോലെ തന്നെയാണ് ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന ഭരണം BJP പിടിച്ചുകൊണ്ട് വലിയ തേരോട്ടം നടത്തിയിട്ടുള്ളത്. അപ്പോൾ CPMൻ്റെ ജനകീയ അടിത്തറ ഇല്ലാതാവുകയും മത തീവ്രവാദ ശക്തികൾ കോൺഗ്രസ്സിന് പ്രീണന രാഷ്ട്രീയത്തിന് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്യുന്ന അതിൽ നമ്മുടെ ന്യൂനപക്ഷ സഹോദരങ്ങൾ പെട്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൽ പ്രതീക്ഷ നൽകുന്ന, അതിൽ നിന്ന് ജനങ്ങൾ പിന്നോട്ട് പോകുന്നു എന്ന രീതിയിലേക്ക് ജനാധിപത്യത്തിന് അല്ലെങ്കിൽ വികസനത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡിൻ്റെ റിസൾട്ട്. വെറും 316 വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJP 2489 വോട്ടിലേക്ക് BJPയുടെ വോട്ട് ഷെയർ കൂട്ടുകയാണ്, 8 ഇരട്ടി. അവിടെ ഏറ്റവും വിജയിച്ചത് ആരാണ്? അവിടെ വിജയിച്ചത് 69 വോട്ടിന് കോൺഗ്രസ് ആണെങ്കിലും രാഷ്ട്രീയമായ വിജയം BJPക്കാണ്. മതന്യൂനപക്ഷങ്ങൾ 69% മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുള്ള വിഴിഞ്ഞം വാർഡിൽ തിരുവനന്തപുരം തീരദേശ പ്രദേശത്ത് BJP 2400-ലധികം 2500ഓളം വോട്ടുകൾ 8 ഇരട്ടിയായി, 300 വോട്ടിൽ നിന്ന് 8 ഇരട്ടിയായി വോട്ട് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ജനവിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ BJPക്ക് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട്. പൂർണ്ണമായി അവർ BJPക്ക് അനുകൂലമായി അവരുടെ രാഷ്ട്രീയവും അവരുടെ നിലപാടും പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് തെളിവാണ് വിഴിഞ്ഞം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. ഇതൊരു പൊതു കാഴ്ചയായി, പൊതു ഇടപെടലായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.